പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 5 മിനിറ്റൊക്കെ ബൈനോറൽ ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് കേൾക്കുന്നത്. അച്ഛനമ്മമാരൊക്കെ പറയുമല്ലേ, രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന്. അവർക്ക് അതിൻ്റെ സയൻറ്റിഫിക് വശം ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതിനൊരു സയൻസ് ഉണ്ട്. നമ്മൾ നല്ല ചോറൊക്കെ കഴിച്ചിട്ടല്ലേ, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും. എന്താണ് കാരണം? ചൂടുവെള്ളത്തിൽ കുളിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ എൻഡോർഫിൻസ് ഉണ്ട്, എൻഡോർഫിൻസും പ്രൊഡ്യൂസ് ചെയ്യും. പഠിച്ച കാര്യം ഓർമ്മയില്ല, കുറേ സമയം പഠിക്കുന്നുണ്ട്, പക്ഷേ കാര്യങ്ങളൊന്നും ബ്രെയിനിൽ ഓർമ്മ വെക്കുന്നില്ല. ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇതല്ലേ. ഇതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്, അതായത് സയൻറ്റിഫിക്കലി എങ്ങനെ പഠിക്കും എന്നതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. പല ഘട്ടങ്ങളായിട്ട് ഈ വീഡിയോ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടത്തിലേക്ക് ഞാൻ പോവാണ്. പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രിപ്പയർഡ്നെസ്. ഫിസിക്കലിയും മെൻ്റലിയും നമുക്ക് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഫിസിക്കൽ പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പറയാം. ഫിസിക്കലി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഉറക്കമാണ്, അഥവാ സ്ലീപ്പാണ്. പല ആൾക്കാരും പറയും കുറച്ചു നേരം ഉറങ്ങിയാൽ മതി, കൂടുതൽ സമയം പഠിക്കണം, ഉറക്കം കളഞ്ഞിട്ട് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കണം, അതുപോലെ രാത്രി ലേറ്റ് ആയിട്ടിരുന്നാലും പഠിച്ചോളൂ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ കൃത്യമായ ഒരു സ്ലീപ്പ് സൈക്കിള് എല്ലാ ദിവസവും കൊണ്ടുപോയേ പറ്റൂ. എന്താണ് കാരണം എന്നല്ലേ? ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര്. അതായത് ബ്രെയിന് ഈ ന്യൂറൽ സെൽസിനെ തമ്മിൽ റീജനറേറ്റ് ചെയ്യുന്നതും കണക്ഷൻ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതും നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊക്കെ ഈ പ്രോസസ്സിലൂടെയാണ്. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നടക്കുന്നത് 2 സമയത്താണ്. ഒന്ന് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോഴും, 2 നമ്മൾ നന്നായിട്ട് ഉറങ്ങുമ്പോഴും. അപ്പോൾ പഠനവും സ്ലീപ്പും രണ്ടും നന്നായിട്ട് നടക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഒന്ന്, കുളിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ കോൾഡ് ബാത്തായിരിക്കണം, ഒരിക്കലും ചൂടുവെള്ളത്തിൽ കുളിക്കരുത്. ചൂടുവെള്ളത്തിൽ കുളിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ എൻഡോർഫിൻസ് ഉണ്ട്, എൻഡോർഫിൻസും പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻഡോർഫിൻസും കോർട്ടിസോളൊക്കെ റിലാക്സിങ് ഹോർമോൺസ് ആണ്. നമുക്ക് ഉറക്കം ഉണ്ടാക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ കോൾഡ് ബാത്ത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് വാമപ്പ് ചെയ്യേണ്ടതാണ്. അതായത് വാമപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സ്വാഭാവികമായിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടും, കൂടുതൽ ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തും, കൂടുതൽ ഓക്സിജൻ ബ്രെയിനിലേക്ക് എത്തും. അപ്പോൾ നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് അടുത്ത കാര്യം. ഇനി പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫുഡ്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് കീപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാർബോഹൈഡ്രേറ്റ്സ് അഥവാ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ല ചോറൊക്കെ കഴിച്ചിട്ടല്ലേ, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും. എന്താണ് കാരണം? നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് അഥവാ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂടുകയാണ്. നമ്മുടെ ബോഡി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കായിരിക്കും. അപ്പോൾ ഡൈജഷൻ ചെയ്യാൻ ഫോക്കസ് ചെയ്യും, നമ്മളെ ലേണിംഗ് സ്കില്ലിനെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറയുകയും ചെയ്യും. അപ്പോൾ ഹൈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ നിങ്ങൾ കൂടുതലും ശ്രമിക്കുക. നന്നായിട്ട് വെള്ളവും കുടിക്കുക. ഓക്കെ? അച്ഛനമ്മമാരൊക്കെ പറയുമല്ലേ, രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന്. അവർക്ക് അതിൻ്റെ സയൻറ്റിഫിക് വശം ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതിനൊരു സയൻസ് ഉണ്ട്. കോഫി അഥവാ കഫിൻ നമ്മുടെ ബോഡിയെ റിലാക്സ് ചെയ്യുന്ന അഡിനോസിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മുടെ കോഫിൻ. അപ്പോൾ കോഫി കുടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു റിലാക്സേഷൻ സ്റ്റേറ്റ് കുറയും. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും. ഫിസിക്കലി മെൻ്റലി അലേർട്ട്നെസ് കൂട്ടാൻ നിങ്ങളെ കോഫി സഹായിക്കും. എന്ന് വിചാരിച്ച് ഒരുപാട് കോഫിയൊന്നും കുടിക്കരുത്. അത് തീർച്ചയായും ആൻസൈറ്റി, അതുപോലെ ഡിപ്രഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്കും പോകും. ഒരു ദിവസം 1-2 കോഫിയൊക്കെ കുടിക്കുന്നതിന് കുഴപ്പമില്ല. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, മധുരം ഇടരുത്. ഗ്ലൂക്കോസ് ലെവൽ നിങ്ങളുടെ ഉറക്കം കൂട്ടുകയേ ചെയ്യുള്ളൂ വിത്തൗട്ട്. ഓക്കെ? ഇനി മെൻ്റലി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു നോക്കാം. അതായത് നമ്മൾ സ്കൂളിൽ PT പീരീഡിൽ മാത്സ് ടീച്ചർ വന്നിട്ട് ക്ലാസ് എടുക്കുമല്ലോ. അപ്പോൾ തീർച്ചയായും നമ്മൾ മെൻ്റലി ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ലായിരിക്കും. അതായത് നമുക്ക് ഒട്ടും തന്നെ പഠിക്കാനൊരു മൂഡില്ലാത്ത സമയമായിരിക്കും. അപ്പോൾ ശരിക്കും ടീച്ചർ ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ആക്റ്റീവായിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സ് അവിടെ നടക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. ഓരോ ദിവസവും ഒരു പ്രത്യേക സമയം, അത് ചേഞ്ച് ചെയ്യരുത്. മോസ്റ്റ്ലി എല്ലാ ദിവസവും മാക്സിമം അതേ സമയത്ത് തന്നെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം.
അതായത് ആ ഒരു ഷെഡ്യൂൾഡ് 3 to 4 hours ഉണ്ടെങ്കിൽ ആ 3 to 4 hours നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ടിരുന്ന് പഠിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യം, മൾട്ടി ടാസ്കിങ് ചെയ്യരുത്. പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുക മാത്രം ചെയ്യുക, ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് 3 to 4 hours നിങ്ങൾ ആ ഒരു ഷെഡ്യൂൾഡ് ടൈമിൽ മറ്റൊരു കാര്യവും ചെയ്യരുത്. എല്ലാ ഡിസ്ട്രാക്ഷൻസും ഓഫ് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ, വീട്ടിലെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അവേ ചെയ്തു വെക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 5 മിനിറ്റൊക്കെ ബൈനോറൽ ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് കേൾക്കുന്നത്. ബൈനോറൽ ബീറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഇയേഴ്സിൽ 2 ഫ്രീക്വൻസിയുള്ള സൗണ്ടുകൾ കേൾക്കുകയും, അതായത് ഇയർഫോൺ വെച്ചിട്ട് വേണം നിങ്ങളിത് കേൾക്കാൻ. കേട്ടതിന് ശേഷം നമ്മുടെ ബ്രെയിൻ ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു വേവായിട്ട് ബ്രെയിനിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിൻ ഒന്ന് ആക്റ്റീവ് ആവാൻ ഈ മ്യൂസിക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇത് കൂടുതൽ സമയം കേൾക്കരുത്. അത് ചിലപ്പോൾ ഉറക്കത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ചാൻസും ഉണ്ട്. ജസ്റ്റ് ഒരു 3 to 5 minutes. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കുന്ന കാര്യം എങ്ങനെ ഫാസ്റ്റായിട്ട് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം. 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് വെറുതെ വായിക്കരുത്. കയ്യിലൊരു പേന എടുത്തിട്ട് വായിക്കുക. ആ പേന കൊണ്ട് റഫായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലാങ്ക് ഷീറ്റിൽ ചുമ്മാ എഴുതി വെക്കുക. മേജർ പോയിന്റ്സ്, കീവേഡ് മാത്രമേ എഴുതാറൂ, അല്ലാതെ സെൻറ്റൻസുകളായിട്ടൊന്നും എഴുതരുത്. കീവേഡ്സ് മാത്രം ചുമ്മാ എഴുതി വെക്കുക. ആൻഡ് ഈ ടോപ്പിക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഈ കീവേഡ്സുകൾ ഒന്ന് നോക്കിയതിന് ശേഷം ഇതൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. അധികം ആൾക്കാരുടെയും പ്രശ്നം പാസീവ് ലേണിംഗ് ആണ്. അതായത് അവരിയ്ക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ ഉത്തരങ്ങളൊന്നും, ക്വസ്റ്റ്യൻസുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം നിങ്ങൾ പഠിക്കുന്ന രീതി തെറ്റാണ്. നിങ്ങൾ പാസീവ് ലേണിംഗ് ആണ് ചെയ്യുന്നത്. എന്താണ് പാസീവ് ലേണിംഗ്? നമ്മൾ ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പഠിക്കുന്ന കാര്യം നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നില്ല, നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നില്ല, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അവിടെ നടക്കണില്ല. അപ്പോൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നടക്കണമെങ്കിൽ നമ്മൾ ആക്റ്റീവ് ലേണിംഗിലേക്ക് മാറണം. ഫോർ എക്സാമ്പിൾ, പാസീവ് ലേണിംഗിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉയരം കൂടുമ്പോൾ താപനില കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ട് ഉയരം കൂടുമ്പോൾ താപനില കുറയുന്നു എന്ന് മനസ്സിൽ ഓർത്ത് വീണ്ടും വീണ്ടും ഉരുവിട്ട് പഠിക്കും. ഇത് പാസീവ് ലേണിംഗ് ആണ്. അതേ സമയത്ത് നമ്മൾ മൂന്നാർ പോലെ ഉയരമുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് എന്ന് ഓർത്ത് വെച്ച് പഠിക്കുന്നത് ഈസ് ആക്റ്റീവ് ലേണിംഗ്. അപ്പോൾ ആക്റ്റീവായിട്ട് നമ്മൾ പഠിക്കണം. ഒരു ടോപ്പിക്ക് നമ്മൾ അത് മനസ്സിലാക്കി പഠിക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെ പഠിക്കണം. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ദാറ്റ് ഈസ് ആക്റ്റീവ് ലേണിംഗ്. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പാസീവ് ലേണിംഗ് ആണ് ചെയ്തത്. അത് ആക്റ്റീവ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ലേണിങ്ങിലൂടെയാണ് ഫോക്കസ് കൂട്ടുന്നത്, നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ കൂട്ടാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു 25 minutes കണ്ടിന്യൂസ്ലി പഠിച്ചതിന് ശേഷം ഒരു 5 minutes റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 60 minutes കണ്ടിന്യൂസ്ലി പഠിച്ചിട്ട് ഒരു 10 to 15 minutes റെസ്റ്റ് എടുക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി പഠിക്കുന്ന കാര്യം എങ്ങനെ സ്പീഡാക്കാം, ഹൗ ടു ലേൺ ഫാസ്റ്റർ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് നിങ്ങളെല്ലാവരും ചെയ്യുന്ന കോഡുകൾ. ആദ്യത്തെ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കോഡുകൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജെമിനിയോടോ ChatGPTയോടോ ഒക്കെ ചോദിക്കുക. ഒരു 3-4 വേർഡ്സുകളുണ്ട്, അതെങ്ങനെ ഓർത്ത് വെക്കാം. അപ്പോൾ ജെമിനിയും ChatGPTയും ഒരുപാട് കോഡ്സുകൾ ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. രണ്ടാമത്തെ രീതിയാണ് സ്റ്റോറീസ് ഉണ്ടാക്കുക, ഒരു കഥ ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു കഥ ഉണ്ടാക്കുന്നു, കുറേ ജീവികളെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു കഥ ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കഥ പറയാം. കർണാടകയിൽ ഒരു ആന കാപ്പിത്തോട്ടത്തിലൂടെ പോവുമായിരുന്നു. കാപ്പിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഒരു മൾബറി മരം കണ്ടു. അതിലൊരു പട്ടുനൂൽ പുഴുവിനെ കണ്ട് ആന പേടിച്ച് വരണ്ടോടി ഒരു ചന്ദന മരത്തിൽ പോയി ഇടിച്ചു. കേൾക്കുമ്പോൾ ഒരു ബ്ലണ്ടർ സ്റ്റോറിയാണ്, പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഏറ്റവും കൂടുതൽ ആനയെ കാണുന്നത്, കാപ്പി കാണുന്നത്, മൾബറി കാണുന്നത്, പട്ടുനൂൽ പുഴു കാണുന്നത്, ഏറ്റവും കൂടുതൽ ചന്ദനമരം കാണുന്നത് കർണാടകയിലാണ്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ബ്ലണ്ടർ സ്റ്റോറി വെച്ച് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അടുത്ത കാര്യം, ലോജിക്കലി ലേൺ ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളത്. അതായത് ലോജിക്കലി വേണം നമ്മൾ പഠിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ ട്രൈബ്സ്, കടുവകളെ, ദേശീയ ഉദ്യാനങ്ങൾ, അതുപോലെ ബയോസ്ഫിയർ റിസർവുകൾ ഒക്കെ കാണുന്നത് മധ്യപ്രദേശാണ്. ഇതെങ്ങനെ പഠിക്കാം? കാരണം ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ളത് മധ്യപ്രദേശാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കടുവകളും ട്രൈബൽസും അതുപോലെ നമ്മുടെ ദേശീയോദ്യാനങ്ങളൊക്കെ കാണുന്നത് മധ്യപ്രദേശാണ്. ചന്ദനം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്.
അപ്പോൾ ഇന്ത്യയുടെ ചന്ദന നഗരം എവിടെയായിരിക്കും? കർണാടകയിലായിരിക്കില്ലേ? മൈസൂരാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ലോജിക്കലി ആക്റ്റീവായിട്ട് പഠിക്കുന്നത് നല്ല രീതിയിൽ ഓർമ്മശക്തി കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. ഇനി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ കുറച്ച് നേരം പഠിച്ചതിന് ശേഷം നിങ്ങളൊരു 5 മിനിറ്റ് റിലാക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താണോ പഠിച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കീ ടേംസ് ഒരു റഫ് പേജിൽ എഴുതി വെക്കണം. എന്നിട്ട് ആ കീ ടേംസുകൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതാണ് റിവിഷൻ. അല്ലാതെ എക്സാമിന് ഏറ്റവും അവസാനത്തെ ദിവസം 2-3 ദിവസം ചെയ്യുന്നതല്ല. റിവിഷൻ എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ ചെയ്യുന്നതായിരിക്കണം. എന്താണ് റിവിഷൻ? നമ്മൾ മനസ്സിലുള്ള കാര്യം വീണ്ടും റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇനി പഠിച്ചതിന് ശേഷം നമ്മൾ ഹെഡിങ്സിലൂടെ ഒന്ന് പോകുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളെ പഠിച്ച കാര്യം ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മനസ്സിൽ തറവായിട്ട് വെക്കാൻ ഉള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങളൊരു മിററിൻ്റെ മുന്നിലോ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ മുന്നിലോ ഇല്ലെങ്കിൽ വല്ല പൂച്ചയോ പട്ടിയോ ഉണ്ടെങ്കിൽ അതിനോടോ ടീച്ച് ചെയ്യുന്നതാണ്. അതായത് പഠിപ്പിക്കുന്നതാണ്. ഒരു ടോപ്പിക്ക് പഠിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടീച്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഔട്ട്കം ബേസ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അതായത് നമുക്കൊരാളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്നത്, അത് റീകളക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഔട്ട്കം ബേസ്ഡ് ആയിട്ട് പഠിക്കുക, ഇങ്ങനെ പഠിക്കുക, തെറ്റായ രീതി ഉപേക്ഷിക്കുക. ഹാപ്പി ലേണിംഗ്.